ഹായ് ഓൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, SSC GDയുടെ നോട്ടിഫിക്കേഷൻ വന്നതൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലർക്കും ഇത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. പലരും വിളിച്ചു ചോദിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഏത് രീതിയിൽ ഇത് അപ്ലൈ ചെയ്യാമെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്. അപ്പം വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യേണ്ട. അറിയാത്തവരും ഇതുവരെ അപ്ലൈ ചെയ്യാത്തവർക്കും ഇത് ഉപകാരപ്പെടും. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മൊത്തം കാണുക. ഏത് രീതിയിലാണ് നമ്മൾ SSC GDയുടെ ആപ്ലിക്കേഷൻ ഇടുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം ഈ ഒരു വീഡിയോയിലൂടെ. നമ്മൾ ആദ്യം അറിയേണ്ടത് ഏത് സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ കയറേണ്ടത് SSCയുടെ വെബ്സൈറ്റ് ആണ്. അതായത് SSC.gov.in എന്ന് പറയുന്ന സൈറ്റിലാണ് നമ്മൾ ഇതിലേക്ക് കയറേണ്ടത്. നമ്മൾ SSC അടിക്കുമ്പോൾ ധാരാളം അഡ്വർടൈസ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള സൈറ്റുകളൊക്കെ വരും. നമ്മൾ ഇതിൽ തന്നെയാണ് കയറേണ്ടത്. ഓൾറെഡി നമ്മൾ എല്ലാവരും വൺ ടൈം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കും PSCക്ക് സമാനമായിട്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ടാസ്ക് വളരെ കുറവാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇതിലേക്ക് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഇമേജിൽ കാണുന്നു, ഇതാണ് ഈ സൈറ്റ്. നമുക്ക് മനസ്സിലാവുന്നത് SSCയുടെ എംബ്ലോക്കെ ഉള്ള ആദ്യത്തെ സൈറ്റ്. അതിൽ നമ്മൾ കാണുന്നത് SSC.gov.in മാത്രമാണ്. അത് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഉള്ളിലേക്ക് കയറുകയാണ്. കയറുമ്പോൾ നമുക്ക് കുറേ ഇന്റർഫേസ് SSCയുടെ കാണാൻ പറ്റും. അവയെല്ലാം അവിടെ ഒന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട. വളരെ പെട്ടെന്ന് ഏറ്റവും റൈറ്റ് കോർണറിലായിട്ട് അശോക സമ്പത്തിന്റെ സൈഡിലായിട്ട് ലോഗിൻ ഓർ രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ലോഗിൻ ഓർ രജിസ്റ്ററിൽ കയറി നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. കണ്ടല്ലോ, ഇപ്പോൾ ഇത്തരത്തിലൊരു വിൻഡോ നിങ്ങളുടെ മുമ്പിൽ ഓപ്പൺ ആയി വരുന്നുണ്ടാവും. ഈ ഓപ്പൺ ആയി വരുന്ന വിൻഡോയിൽ നിങ്ങൾ ഓൾറെഡി രജിസ്റ്റേർഡ് ആണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ രജിസ്റ്റർ ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്ത് ഇവിടുത്തെ ക്യാപ്ചയും അടിച്ചു കൊടുത്താൽ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി കഴിഞ്ഞു. നിങ്ങൾ എന്തായി, നിങ്ങൾ ഇതിനകത്തേക്ക് കയറുകയും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ പ്രോസസ്സിലേക്ക് കടക്കുകയും ചെയ്യാം. അതിലേക്കാണ് നമ്മൾ അടുത്ത് പോകുന്നത്. ഇനിയും ഇവിടെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്തവരാണ്, അതായത് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഏറ്റവും താഴെ കാണുന്നതിൽ രജിസ്റ്റർ നൗ കൊടുത്ത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുത്ത് SSCയിൽ നിങ്ങളൊരു അക്കൗണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ നടപടി. ഇത് ചെയ്തിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതിന് ചെയ്യേണ്ടതല്ല. ഒരു തവണ ഒരു അക്കൗണ്ടും മൊബൈൽ നമ്പറും ഡീറ്റെയിൽസും കൊടുത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് ഇനഫ്. നമ്മൾ ഇനി അതിനകത്തേക്ക് പോകേണ്ടതില്ല. ഇനിയും നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുടെ അടുത്ത ഘട്ടത്തിലേക്കാണ് പോകുന്നത്. നമുക്ക് നോക്കാം അടുത്ത ഘട്ടത്തിൽ എന്തൊക്കെ നമ്മൾ ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്ത് കാണുന്നുണ്ട്? ഇപ്പോൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് ഒരു പ്രൊഫൈലിന്റെ ഒരു ഇന്റർഫേസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിനകത്ത് എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ട്? റൈറ്റ് സൈഡിൽ ഒരു പേഴ്സന്റെ അശോക സമ്പത്തിന് ഇപ്പുറത്തായിട്ടൊരു പേഴ്സണൽ ഡീറ്റെയിൽസ് കിടപ്പുണ്ട്. അവിടെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. ലോഗ് ഔട്ട് ചെയ്യാം, ചേഞ്ച് പാസ്വേഡ് ചെയ്യാം, ചേഞ്ച് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ, ഇങ്ങനെ കുറേ ഓപ്ഷനുകളാണ് അവിടെ കൊടുക്കുന്നത്. ഇനി ഇത് റിസൾട്ട് ആണ്. റിസൾട്ട് നമുക്ക് നിലവിൽ വന്നിരിക്കുന്ന ഏതെങ്കിലും പരീക്ഷകൾ നമ്മൾ കയറിയിട്ടുണ്ടെങ്കിൽ, ടയർ 1നോ ടയർ 2നോ ഒക്കെ കയറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ പറ്റും. ഇടത് സൈഡിലായിട്ട് അഡ്മിറ്റ് കാർഡാണ്. നിലവിലുള്ള എല്ലാ അഡ്മിറ്റ് കാർഡും കാണാൻ കഴിയും. ഇനി ഇതിന്റെ ഏറ്റവും എൻഡിലായിട്ട് ലൈവ് എക്സാമിനേഷനും ഉണ്ട്, മൈ ആപ്ലിക്കേഷൻസും ഉണ്ട്, ആപ്ലിക്കേഷൻ ഹിസ്റ്ററിയും ഉണ്ട്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ മൈ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിലവിൽ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷന്റെ സ്റ്റാറ്റസ് അറിയാൻ പറ്റും. ഉദാഹരണത്തിന് GDയിൽ നമ്മൾ അപ്ലൈ ചെയ്തു, അത് നിലവിൽ പേയ്മെന്റ് ചെയ്യാത്തൊരവസ്ഥയാണെങ്കിൽ ആ ഒരു സ്റ്റാറ്റസ് നമുക്ക് അറിയാൻ പറ്റും. ഇനി ആപ്ലിക്കേഷൻ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ള മുഴുവൻ എക്സാമിനേഷന്റെയും ഹിസ്റ്ററി നമുക്ക് അറിയാൻ പറ്റും. ലൈവ് ആപ്ലിക്കേഷനിൽ കയറുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ലൈവ് ആപ്ലിക്കേഷനിൽ കയറുകയാണ്. ലൈവ് ആപ്ലിക്കേഷനിൽ കയറുമ്പോൾ അതിന് താഴേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? നമ്മുടെ യോഗ്യത അനുസരിച്ച് നമുക്ക് നിലവിൽ SSC ഏതൊക്കെ ആപ്ലിക്കേഷനുകളിലാണ് വിളിച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ലൈവ് ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്യുക, ക്ലിക്ക് ചെയ്ത ശേഷം കോൺസ്റ്റബിൾ GD സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് എന്ന് പറയുന്ന ആ ഒരു നോട്ടിഫിക്കേഷൻ അതിൽ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു അഡ്മിഷൻ വിൻഡോയിലേക്ക് താഴെയുള്ള അപ്ലൈ വിൻഡോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ അപ്ലൈ വിൻഡോയിലേക്ക് കയറുന്നതായിട്ട് കാണാൻ പറ്റും. മനസ്സിലായല്ലോ? ഈ ഒരു അപ്ലൈ വിൻഡോയിലോട്ട് ക്ലിക്ക് ചെയ്യുന്ന ഒരു പ്രോസസ് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. നമ്മൾ അപ്ലൈ കൊടുത്ത് കയറുമ്പോൾ നമ്മൾ എത്താൻ പോകുന്ന ഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഇന്റർഫേസ് ആണ് നമ്മൾ ഈ കാണുന്നത്. അതായത് ആദ്യം തന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. ഇവയൊക്കെ എന്താണ്, ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നമ്മൾ അതിലൂടെ സ്ക്രോൾ ചെയ്ത് പോകുക എന്നുള്ള റെസ്പോൺസിബിലിറ്റി മാത്രമേ ഉള്ളൂ. നമ്മളിവിടെ ഒന്നും ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ നിൽക്കേണ്ട. കാരണം നമുക്ക് എന്തുണ്ട്, വൺ ടൈമായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടേക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ പ്രൊഫൈൽ ജസ്റ്റ് സ്ക്രോൾ ചെയ്യുക, താഴേക്ക് ഓരോന്നോരോന്നായിട്ട് സ്ക്രോൾ ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് എന്ത് കാണാൻ പറ്റും, ഇവിടെ രജിസ്റ്റർ ചെയ്ത ആളുടെ പേര് കാണാൻ പറ്റും. ഇനി പേരിന് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അത് ചോദിക്കുന്നുണ്ട്. അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്,
ഇനിയും ഇപ്പോഴത്തെ പ്രായം എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട്, എന്താണ് ജെൻഡർ എന്ന് ചോദിക്കുന്നുണ്ട്, കാറ്റഗറി ചോദിക്കുന്നുണ്ട്, ഇനിയും ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങളുടെ നാഷണാലിറ്റി എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഓരോരോ ഡീറ്റെയിൽസ് ആയിട്ട് ചോദിക്കുകയാണ്. ഇനി നമുക്ക് ഐഡന്റിഫിക്കേഷൻ മാർക്ക് ഓൾറെഡി നമ്മൾ വൺ ടൈം ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഇത് വരുന്നുണ്ട്. അങ്ങനെ ഓരോരോ മെട്രിക്കുലേഷൻ്റെ 10th ഡീറ്റെയിൽസ്, ഓരോരോ ഡീറ്റെയിൽസ് ഇങ്ങനെ നമ്മൾ ഓൾറെഡി കൊടുത്ത കാര്യങ്ങളാണ് താഴോട്ട് വരുന്നത്. മെട്രിക്കുലേഷന് ശേഷം 10th ക്ലാസ്സിൻ്റെ റോൾ നമ്പർ, പെർമനന്റ് അഡ്രസ്സ്, സ്റ്റേറ്റ്, അങ്ങനെ ഏതാണ്ട് 16, 17, 18 വരെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് അതിൽ തന്നെ ഓൾറെഡി ഫില്ലായിട്ട് തന്നെ വരും. നമ്മളൊന്നും ചെയ്യണ്ട, നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കുക. അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊന്ന് ജസ്റ്റ് റീഡ് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് കയറുകയാണ്, നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് കിടക്കുകയാണ്. ഇവിടെ നെക്സ്റ്റ് സ്റ്റേജിൽ നമ്മൾ കാണുന്നത് നമ്മുടെ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് ആണ്. ഇവിടെ നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഇവിടെ ഹയർ എഡ്യൂക്കേഷൻ എന്താണ്, നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ എന്താണ്, അത് നമ്മൾ അവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള യോഗ്യതകളുണ്ട്. നിങ്ങൾക്ക് PhD ഉണ്ടെങ്കിൽ PhD കൊടുക്കാം, ഇങ്ങനെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കൊടുക്കാം, ഇനി +2 മാത്രമേ ഉണ്ടെങ്കിൽ +2 കൊടുക്കാം, 10th ക്ലാസ് മാത്രമേ ഉണ്ടെങ്കിൽ 10th ക്ലാസ് കൊടുക്കാം. എന്താണോ നിലവിൽ നിങ്ങളുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ അത് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇനിയും അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് 20ാമത്തെ കോളത്തിൽ നമ്മൾ ഏതൊക്കെ ക്വാളിഫിക്കേഷൻ ആണ് എന്നുള്ളത് നമ്മൾ ഓരോന്നായിട്ട് കൊടുക്കണം. നമ്മുടെ പാസിംഗ് ഇയർ കൊടുക്കണം, സ്റ്റേറ്റ്, ബോർഡ്, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൊടുക്കേണ്ടത്. റോൾ നമ്പർ ഉൾപ്പെടെ നമ്മൾ കൊടുക്കണം. ഓൾറെഡി നമ്മൾ അത് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ കിട്ടിയിരിക്കുന്ന മാർക്കും ഡീറ്റെയിൽസ് കൊടുക്കണം. ഇവിടെ ഒരു വലിയ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങളിത് സേവ് കൊടുത്തിട്ടേ മുമ്പോട്ട് പോകാൻ പാടുള്ളൂ. ഇവിടെ നമ്മൾ സേവ് കൊടുക്കുന്നു, നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോവുകയാണ്. ഇനിയും അടുത്ത സ്റ്റേജിൽ എത്തുമ്പോൾ നമ്മൾ നോക്കുന്നത് അഡീഷണൽ ഇൻഫർമേഷൻസ് ആണ്. അതായത് ഈ എക്സ് സർവീസ് മാൻ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ആഡഡ് അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ 21ാമത്തെ ചോദ്യം, നിങ്ങൾ എക്സ് സർവീസ് മാൻ ആണോ, അതായത് സർവീസിൽ നിന്ന് വിരമിച്ചു വന്ന ആളാണോ, ആണെങ്കിൽ ആണെന്നും അല്ലെങ്കിൽ അല്ല എന്ന് കൊടുക്കുക. ഇനിയും ഏതെങ്കിലും തരത്തിലുള്ള പ്രായത്തിന് റിലാക്സേഷൻ ആവശ്യപ്പെടുന്നുണ്ടോ, ഉദാഹരണത്തിന് ജനറൽ ഒഴികെയുള്ള എല്ലാ വിഭാഗത്തിനും, EWS ജനറൽ ഒഴികെയുള്ള എല്ലാ വിഭാഗത്തിനും ഏജ് റിലാക്സേഷൻ ഉണ്ട്. OBCക്ക് 3 വർഷവും, SC/STക്ക് എന്നുണ്ട്, SC/STക്ക് 5 വർഷത്തെയും റിലാക്സേഷൻ ഉണ്ട്. ഇനി ഇതൊന്നും അല്ലാതെ എക്സ് സർവീസ്മാന് അതിൻ്റെതായ ക്രൈറ്റീരിയയിലുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതിൽ ഏതെങ്കിലും നിങ്ങൾ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. ഇനിയും ബാക്കി DOPTയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് അവിടെ പൊതുവെ എന്താണ് പേഴ്സണൽ ഇൻഫർമേഷന് ആക്സസ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അവിടെ എസ് കൊടുത്തേക്കുക, നിങ്ങൾ എസ് കൊടുത്ത് പ്രൊസീഡ് ചെയ്തേക്കുക. ഇനിയും ഇവിടെയും നമ്മൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുന്നു. നമ്മുടെ സ്റ്റേജ് എവിടെയാണ്, സേവ് ആൻഡ് നെക്സ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. നമ്മൾ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകുന്നു. അപ്പോൾ സക്സസ് എന്ന് കാണിക്കുന്നു, ഓക്കെ കൊടുക്കുക. അടുത്ത സ്റ്റേജിലേക്ക് എത്തി. നമ്മൾ അഡീഷണൽ ഇൻഫർമേഷൻ കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജ് അഡീഷണൽ ഇൻഫർമേഷൻ 2ാമത്തെ സ്റ്റേജിലേക്ക് പോവുകയാണ്. ഇവിടെ എന്താണ്, നിങ്ങളുടെ എക്സാമിനേഷൻ സെന്റർ ആണ്. ഇവിടെ നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട സെന്ററുകളാണ്. നിങ്ങൾക്ക് ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് ഏത് കൊടുക്കണം, നമുക്ക് 4 പ്രിഫറൻസ് കൊടുക്കാൻ പറ്റും. 3 പ്രിഫറൻസ് കൊടുക്കാൻ പറ്റും. ആദ്യത്തേത് കൊല്ലമാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് നിങ്ങൾ ഏതാണോ സ്ഥലത്ത്, നിങ്ങൾ ഏത് സ്ഥലത്താണോ നിങ്ങൾക്ക് അടുത്തുള്ള സെന്ററുകളുടെ ലിസ്റ്റ് ഒരിക്കൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം ഓരോരോ സ്ഥലങ്ങളിലായിട്ട് നിങ്ങൾക്ക് അടുത്തുള്ള സെന്റേഴ്സ് എവിടെയാണെന്ന് നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത് കൊല്ലമാണ് എന്നതുകൊണ്ട് കൊല്ലം കൊടുത്തു, 2ാമത് തിരുവനന്തപുരം കൊടുത്തു, 3ാമത് എറണാകുളം കൊടുത്തു. ഇനി പരീക്ഷ എഴുതാൻ വേണ്ടി ദൂരെ എവിടെയെങ്കിലും പോകണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ അങ്ങനെ കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെന്റർ വെക്കുക. വെച്ച ശേഷം അതിനുശേഷം നമ്മൾ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ്റെ ലാംഗ്വേജ് ചൂസ് ചെയ്യുക. ആ ലാംഗ്വേജ് ചൂസ് ചെയ്യുമ്പോൾ അവിടെ ധാരാളം ഓപ്ഷനുകളുണ്ട്. നമ്മുടെ ഇംഗ്ലീഷ് തന്നെ വേണം എന്നില്ല, മറ്റ് ലാംഗ്വേജുകൾ നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. കാരണം മലയാളവും തമിഴും ആ ഒരു ലാംഗ്വേജിലൊക്കെ നിങ്ങൾക്ക് ഇപ്പം എക്സാം അവൈലബിൾ ആണ്. ഇംഗ്ലീഷിൽ മസ്റ്റായിട്ടും ക്വസ്റ്റ്യൻ ഉണ്ടാകും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. അതിനൊപ്പം തന്നെ ഒരു സെപ്പറേറ്റ് ലാംഗ്വേജ് ആണ് ഈ ചോദിക്കുന്നത്. അത് ഏത് വേണമെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അടുത്തത് വീണ്ടും നമ്മൾ നോക്കുന്നത് NCCയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതൊരു യൂണിഫോംഡ് ഫോഴ്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് NCCയിൽ എന്തെങ്കിലും പ്രാക്ടീസ് ഉണ്ടോ, ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെക്കണം. അതിൽ തന്നെ BC സർട്ടിഫിക്കറ്റ്സ് ഉള്ളവർ മസ്റ്റ് ആയിട്ട് അത് മെൻഷൻ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ആഡഡ് അഡ്വാൻറ്റേജ് ഉണ്ട്, അതുകൊണ്ട് അത് വെക്കണം. ഇതിവിടെ ഇദ്ദേഹത്തിന് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നോ വെച്ച് പോവുകയാണ്. ഇനിയും നിങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ സ്റ്റേറ്റ് ഏതാണ് എന്നുള്ളതാണ് ഇവിടെ അടുത്ത് കൊടുക്കേണ്ടത്. 28ാമത്തെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഏത് സ്റ്റേറ്റ് എന്ന് കൊടുക്കുന്നു. ഇനിയും അതിൻ്റെ ഓരോരോ ഡീറ്റെയിൽസ് കൊടുക്കുക. ഇനിയും ഡിസ്ട്രിക്റ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. അതിനുശേഷം
ഏതെങ്കിലും സ്റ്റേറ്റിൽ നിന്ന് ഏതെങ്കിലും സ്റ്റേറ്റിലേക്ക് നിങ്ങൾ മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് കൊടുക്കുക. ഈ 31ാമത്തെ ചോദ്യം വളരെ റെലവൻ്റ് ആണ്. നെക്സൽ അഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടോ എന്നൊരു ചോദ്യമുണ്ട്, നിങ്ങളാണോ എന്ന് ചോദിക്കുന്നു. അതിൽ പ്രധാനമായിട്ടും കണ്ണൂർ ജില്ലയിലും വയനാട് ജില്ലയിലുമാണ് നെക്സൽ അഫക്റ്റഡ് ആയിട്ടുള്ള നിലവിലുള്ള ജില്ലകളായിട്ട് നിലവിൽ അറിയപ്പെടുന്നത്. ഈ ജില്ലകളിൽ ഈ എഫക്റ്റഡ് റീജിയനിലുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കൊടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് മാർക്കിൽ ഒരു റിലാക്സേഷൻ കിട്ടും എന്നുള്ളതാണ് അതിനൊരു അഡ്വാൻറ്റേജ്. അപ്പോൾ അത് കഴിവതും കൊടുക്കാൻ തന്നെ ശ്രമിക്കുക. ഉറപ്പ് വരുത്തണം നിങ്ങളുടെ നിങ്ങളുടെ വീടും നിങ്ങളുടെ അഡ്രസ്സും വരുന്നത് ഈ ഒരു നെക്സൽ അഫക്റ്റഡ് റീജിയനിലാണ് എന്ന്. അതിനുശേഷം നിങ്ങൾ കൊടുക്കുമ്പോൾ അതിൻ്റെ ആഡഡ് അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ അത് കൊടുക്കാതിരിക്കരുത്, തീർച്ചയായിട്ടും കൊടുക്കേണ്ടതാണ്. ഇനി അടുത്തത് നമ്മൾ പ്രിഫറൻസ് ആണ്. പോസ്റ്റുകൾ ആംഡ് പോലീസ് ഫോഴ്സിൽ ഏതൊക്കെയാണ് നിങ്ങളുടെ പ്രിഫറൻസ് എന്നുള്ളത് നമ്മളിവിടെ കൊടുക്കണം. ഇനി 33ാമത്തെ ചോദ്യം വളരെ റിലവൻ്റ് ആണ്. ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നിങ്ങളുടെ പോസ്റ്റുകളുടെ പ്രിഫറൻസ് ആണ്. നിങ്ങൾക്ക് ഏത് സർവീസിലാണ് കൂടുതൽ ജോലി ചെയ്യാൻ താല്പര്യം, അല്ലെങ്കിൽ ഏതാണ് താല്പര്യം, പൂർണ്ണമായിട്ടും നിങ്ങളുടെ താല്പര്യത്തിന് ഉള്ളൊരു തീരുമാനമാണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെ പോസ്റ്റുകളിലാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത് എന്നൊക്കെ അറിയാം. അതിന് ഇവിടെ പോസ്റ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ABCDEFGH എന്നിങ്ങനെ ഇത്രയും കോളംസ് ആണുള്ളത്. അതിൽ എയിൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആണ്, ബിയിൽ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ആണ്, സിയിൽ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് ആണ്, CRPF ആണ്, ഡിയിൽ ശാസ്ത്ര സീമാബലാണ്, ഇയിൽ ഇൻഡോ ടിബറ്റൻ ബോർഡർ ഫോഴ്സ്, എഫിൽ അസം റൈഫിൾസ്, ജിയിൽ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ, എച്ചിൽ സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഫോഴ്സ്. ഇത്രയും ഫോഴ്സുകളാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും വന്നിട്ടുള്ളത്. ഇപ്പം നിങ്ങൾക്ക് ഇതിൽ ഏത് ഫോഴ്സ് വേണം എന്നുള്ളത് നിങ്ങളുടെ പ്രിഫറൻസ് ആണ്. അതനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇത് ചൂസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം. ഗൂഗിളിൽ കയറിയിട്ട് ഈ തന്നിരിക്കുന്ന ഫോഴ്സുകളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നോക്കാം. ഇവരുടെ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നോക്കി എന്തൊക്കെയാണ് അവർ ചെയ്തതെന്ന് മനസ്സിലാക്കിയ ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വെക്കുന്നതായിരിക്കും നല്ലത്. സ്വമേധയാ ഒരു ഡിസിഷൻ എടുക്കുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾ ഈ ഓരോ ഫോഴ്സുകളെ പറ്റിയും അവയുടെ പ്രയോറിറ്റിയെ പറ്റിയും അവരുടെ ഇമ്പോർട്ടൻസിനെ പറ്റിയും മനസ്സിലാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആദ്യം പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളിവിടെ കൊടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി. എപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കും ഒപ്പം തന്നെ നിങ്ങളുടെ പ്രിഫറൻസ് കൂടെ കണക്കിലാക്കിയായിരിക്കും നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്, ജോലി കിട്ടുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടമാണ് ഇവിടുത്തെ ക്രൈറ്റീരിയ എന്നുള്ളത് എടുത്ത് ഞാൻ പറഞ്ഞോളട്ടെ. ഇതിനൊപ്പം നിങ്ങൾ നോക്കേണ്ട മറ്റൊരു ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഓരോ ഇതിലും എത്രമാത്രം വേക്കൻസി ഉണ്ടെന്നുള്ളതാണ്. അതായത് ഓരോ സർവീസിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള വേക്കൻസി ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് വേക്കൻസി ബേസ്ഡ് ആണ് അല്ലെങ്കിൽ സർവീസ് ബേസ്ഡ് ആണ്, എന്താണോ നിങ്ങളുടെ പ്രിഫറൻസ് അത് പൂർണ്ണമായിട്ടും നിങ്ങൾ ഡിപ്പെൻഡപ്പ് ആണ്. അതിൽ നമ്മളൊരു അഭിപ്രായം പറയുന്നത് ഒരിക്കലും ശരിയായ കാര്യമല്ലാത്തതുകൊണ്ട് തന്നെ അതിൽ നിങ്ങൾ അഭിപ്രായം പറയുന്നില്ല. ഞങ്ങൾ പ്രിഫറൻസ് വെച്ചിരിക്കുന്ന ഈ ഒരു രീതിയിലാണ്. നിങ്ങൾക്ക് കാണാവുന്ന പോലെയാണ് ഈ ആപ്ലിക്കൻസിന് ഇതായിരുന്നു താല്പര്യം, അതുകൊണ്ട് അദ്ദേഹം ഈ ഒരു രീതിയിൽ വെക്കുന്നു. നിങ്ങൾ ഒരിക്കലും ഇത് ഫോളോ ചെയ്യണമെന്ന് ഞങ്ങൾ പറയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ഈ ഫോഴ്സുകളെ പറ്റി, അതായത് ഇതിൽ നോക്കിയിട്ട് ഫോഴ്സുകളെ പറ്റി ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. നിലവിൽ ഇതിൽ എത്ര വേക്കൻസി ഉണ്ടെന്ന് അസസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിഫറൻസ് വെക്കുക. പിന്നെ എന്ത് തന്നെയാണെങ്കിലും അവസാനത്തെ റാങ്ക് ലിസ്റ്റിന് ശേഷം റാങ്ക് ലിസ്റ്റും പ്രിഫറൻസും ഒക്കെ അസസ് ചെയ്തിട്ട് ഒരു സർവീസിലായിരിക്കും കിട്ടുന്നത്. പ്രയോറിറ്റി നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ കയറാൻ കൊടുക്കുക. എവിടെയാണെങ്കിലും നല്ല സാലറിയാണ്, സെൻട്രൽ ഗവൺമെന്റ് ജോബുമാണ് എന്നുള്ള യാതൊരുവിധ സംശയമില്ല. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് തന്നെ ഇതിൽ ഒന്ന് വായിച്ചിട്ട് നിങ്ങളുടെ പ്രിഫറൻസ് വെക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അടുത്തത്, ഇതോടുകൂടി നമ്മുടെ പ്രൊസീജിയേഴ്സ് കഴിഞ്ഞു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നേരത്തെ ചെയ്ത അതേ കാര്യം തന്നെയാണ്. അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ നമ്മൾ ഇവിടെ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുന്നു. നമുക്ക് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ അടുത്ത സ്റ്റേജിലേക്ക് വരികയാണ്. ഇവിടെ സേവ് ആൻഡ് നെക്സ്റ്റിലേക്ക് വരുമ്പോൾ ഇവിടെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നു. ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നത് നേരത്തെ കൂട്ട് JPG ഫോർമാറ്റിൽ നമുക്ക് അപ്ലോഡ് ചെയ്യുകയല്ല. ഒന്നുകിൽ SSCയുടെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഫോട്ടോ എടുക്കാൻ വേണ്ടി നമുക്കൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ആ ഡൗൺലോഡ് ചെയ്ത ശേഷം കൃത്യമായിട്ടുള്ളൊരു ഫോട്ടോ നമുക്ക് അപ്ലോഡ് ചെയ്യാം. നേരിട്ട് തന്നെ എടുത്ത് അപ്ലോഡ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഫോൺ വഴിയോ അല്ലെങ്കിൽ ആപ്പ് വഴിയോ കമ്പ്യൂട്ടർ വഴിയോ നല്ല പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ടിൽ വളരെ വൃത്തിയായിട്ടുള്ള വസ്ത്രം ധരിച്ച് കണ്ണാടിയൊന്നും വെക്കാതെ തൊപ്പി വെക്കാതെ ബാക്ക്ഗ്രൗണ്ട് ക്ലിയർ ആയിട്ടുള്ളൊരു ഇമേജ് സ്വമേധയാ എടുത്ത് നമ്മൾ അപ്ലോഡ് ചെയ്താലും മതിയാകും. അതായത് ആപ്പ് വഴി തന്നെ എടുക്കണം. സാധാരണ പരീക്ഷകളിലൊക്കെ കാണുന്നത് പോലെ ഒരു JPG ഫോർമാറ്റ് നമ്മൾ സിസ്റ്റത്തിൽ നിന്ന് കൊണ്ടുവന്ന് കോപ്പി ചെയ്തിടുന്ന ഒരു പരിപാടി ഈ ഒരു പരീക്ഷകളിൽ നടക്കില്ല. അതായത് നിലവിലെ SSCയുടെ എല്ലാ പരീക്ഷകളുടെയും രീതി അത്തരത്തിലേക്ക് അവർ മാറ്റിയിട്ടുണ്ട്. രണ്ടിൽ ഏത് മാർഗം വേണമെങ്കിലും നിങ്ങൾ അഡോപ്റ്റ് ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്ക് നേരിട്ട് ഈ ഫോട്ടോ കമ്പ്യൂട്ടർ വഴി എടുക്കാം, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന കമ്പ്യൂട്ടർ വഴി എടുക്കാം, അല്ലെങ്കിൽ ടാബ് വഴി എടുക്കാം. ഏത് ഇൻസ്ട്രുമെന്റ് ആണോ അത് വഴി എടുക്കാം. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് ലിങ്ക് ചെയ്തൊരു QR കോഡ് സ്കാൻ ചെയ്തിട്ട് നിങ്ങളൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. ആ ആപ്പ് വഴി എടുത്താലും ഇതേ ഫോട്ടോ തന്നെ അപ്ലോഡ് ആവും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ സിഗ്നേച്ചർ ആണ്. സിഗ്നേച്ചർ പ്രധാനമായിട്ടും 10 KBക്കും 20 KBക്കും ഉള്ള ഫോട്ടോ ആയിരിക്കണം. അതായത് സൈസ് വൈസ് 10 KBക്കും 20 KBക്കും ഇടയിലായിരിക്കണം. ഇനിയും ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഏതാണ്ട് 6 സെൻറ്റിമീറ്ററും ഹൈറ്റ് എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്ററും ആയിരിക്കണം. മനസ്സിലായല്ലോ? 6 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ ആ ഒരു മെഷർമെൻറ്റിലേക്ക് എത്തിച്ച് ഈ ഒരു സൈസിനകത്താക്കിയ ഒരു ഇമേജ് ആയിരിക്കണം നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. ഇവിടെയും വളരെ വ്യക്തമായിട്ട് പറയട്ടെ, ഒരു വൈറ്റ് പേപ്പറിൽ വളരെ ക്ലിയർ ആയിട്ട് സൈൻ ചെയ്തൊരു ഇമേജ് ആയിരിക്കണം നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതിനകത്ത് മറ്റൊന്നും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയുമാണ് നമ്മുടെ പ്രൊസീജിയർ. ഇവിടെ കഴിയുന്നതോടുകൂടി നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകാം. ഇവിടെ
സേവ് ആൻഡ് നെക്സ്റ്റ് ആസ് യൂഷ്വൽ എല്ലായിടത്തും ചെയ്ത അതേ കാര്യം നമ്മൾ എവിടെയും ചെയ്യുന്നു, സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രിവ്യൂ കാണാം. അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ കൃത്യമുള്ള പ്രിവ്യൂസ് താഴെയോട്ട് കാണാൻ കഴിയും. ഇതാ കണ്ടല്ലോ, താഴേക്ക് നമുക്ക് ചെയ്ത കാര്യങ്ങളെല്ലാം. ഈ ഒരു ഘട്ടം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ചെയ്തതിലോ നമ്മളിതിലോ എന്തെങ്കിലും പിഴവുണ്ടോ എന്ന് സ്ക്യൂട്ടനൈസ് ചെയ്യേണ്ട സമയമാണ്. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അത് നോക്കുക. താഴേക്ക് പോവുക. താഴേക്ക് പോയി എൻ്റെ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾ ത്രൂ ഔട്ട് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രിവ്യൂ ഫോർമാറ്റ്, അതായത് നമ്മൾ ഇത്രയും നേരം ചെയ്ത കാര്യങ്ങളുടെ മുഴുവൻ ഒരു അസസ്മെൻ്റ് ആണ് നടത്തുന്നത്. എന്തെങ്കിലും മിസ്റ്റേക്ക് നമുക്ക് എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് 100% ഉറപ്പ് വരുത്തിയ ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആസ് യൂഷ്വൽ ചെയ്ത കാര്യം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുന്നു. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഇനി നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ് എന്നുള്ളൊരു ഡിക്ലറേഷൻ കൊടുക്കുകയാണ്. ഈ ഒരു ഡിക്ലറേഷൻ കൊടുക്കുന്നു. ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളിവിടുത്തെ ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ഇനി സബ്മിറ്റ് കൊടുക്കുകയാണ്. ക്യാപ്ച എൻ്റർ ചെയ്യുന്നു, നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു. നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും, ഫോം റിസീവ്ഡ് സക്സസ്ഫുള്ളി എന്ന് തുടങ്ങുന്നൊരു മെസ്സേജ് വരും. ഫോം റിസീവ്ഡ് എന്ന് തുടങ്ങുന്നൊരു മെസ്സേജ് വരും. അത് കരുതുന്നതോടുകൂടി നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രൊസീജിയർ മൊത്തം കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് അടുത്ത സ്റ്റേജാണ്. അതോട് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ കഴിഞ്ഞത് മറ്റൊന്നുമല്ല, അത് പേയ്മെൻ്റ് ആണ്. 100 രൂപയാണ് പേയ്മെൻറ്റ്. നമ്മൾ പേ എന്നൊരു ഓപ്ഷൻ കൊടുക്കുന്നു. കണ്ടല്ലോ, നമ്മൾ ഈ ഒരു ഇൻ്റർഫേസിലേക്ക് പോവുകയാണ്. നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും, സ്റ്റേറ്റ് ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും, അതർ ബാങ്ക് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ഇനി UPIയുടെ ഫോർമാറ്റ്, അതർ പേയ്മെൻറ്റ് മോഡ്, UPIയുടെ ഫോർമാറ്റ് ഉപയോഗിച്ച് കണ്ടല്ലോ, ഇങ്ങനെ ഏത് ഫോർമാറ്റ് ഇവിടെ UPI ID ഉപയോഗിക്കാം. ഇവിടെ നമുക്ക് QR എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. കണ്ടല്ലോ, ഈ ഒരു QR കോഡ് വരും. നിങ്ങൾക്കിത് സ്കാൻ ചെയ്ത് വേണമെങ്കിലും പേ ചെയ്യാം. മനസ്സിലായല്ലോ, ഏത് ഫോർമാറ്റ് വേണം. ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗ്ഗം ഞാൻ കാണിച്ചു തന്നു. ഇതിനകത്ത് എന്താണ്, QR കോഡ് വരും. ആ QR കോഡ് സ്കാൻ ചെയ്ത് ഏതൊരു കടകളിലും പേയ്മെൻറ്റ് ചെയ്യുന്ന പോലെ വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് ചെയ്യാൻ വരെയുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് കഴിയുന്നതോടുകൂടി നിങ്ങളുടെ ഫോം സബ്മിഷൻ കഴിഞ്ഞു. അതോടുകൂടി നിങ്ങൾക്ക് പിന്നെ പ്രത്യേകിച്ച് പ്രൊസീജിയർ ഒന്നുമില്ല. മെസ്സേജ് ഫോണിൽ വരും. നിങ്ങൾ എന്ത് ചെയ്യുക, അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല അക്കൗണ്ട് പാസ്വേഡ് അറിയാവുന്നിടത്തോളം കാലം എന്ത് ചെയ്യാം, നമുക്ക് ഈ ഹാൾ ടിക്കറ്റ് വരുമ്പോൾ ഇതിൽ നിന്ന് പ്രിൻ്റ് ഔട്ട് എടുക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെയുള്ള ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാം. ഇനി അല്ലെന്നുണ്ടെങ്കിൽ താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഏണസ്റ്റ് അക്കാഡമിയുടെ SSC CGL കോഴ്സുകളും SSCയുടെ GD കോഴ്സുകളും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. വളരെ കൃത്യമായ ക്ലാസ്സുകളാണ്. ഓഫ്ലൈൻ ഹൈബ്രിഡ് മെത്തേഡിലാണ് ക്ലാസ്സുകൾ പോകുന്നത്. വളരെ കൃത്യമായ കണ്ടന്റ് ക്ലാരിഫിക്കേഷൻ ടൈംലി തീർത്തുകൊണ്ട് തന്നെ ടെസ്റ്റ് സീരീസിനെ അധിഷ്ഠിതമായിട്ടുള്ള സിസ്റ്റമാറ്റിക് ക്ലാസ്സുകളാണ്. എത്രയും പെട്ടെന്ന് ചേർന്ന് നിങ്ങളുടെ പ്രിപ്പറേഷൻ തുടങ്ങുക. അപ്പം വൈകണ്ട, എത്രയും പെട്ടെന്ന് ഏണസ്റ്റ് അക്കാഡമിയിൽ ചേരുക. എല്ലാവരും എന്ത് സംശയമുണ്ടെങ്കിലും ക്ലാസ്സുമായി ബന്ധപ്പെട്ടോ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടോ എന്ത് സംശയമുണ്ടെങ്കിലും താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.